തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതി കേരളത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തിന്റെ ദീർഘകാല സ്വപ്നങ്ങളിലൊന്നാണ്. ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നതിന്റെ സുപ്രധാന ചുവടുവെപ്പുകളുമായി മുന്നോട്ടു പോകുന്നു. 2025 സംസ്ഥാന ബജറ്റിൽ ഈ പദ്ധതിക്ക് പ്രത്യേക പരാമർശവും ഫണ്ട് വിഹിതവും ലഭിച്ചിരുന്നു. ഇത് നഗരവാസികൾക്ക് വലിയ പ്രതീക്ഷകൾ നൽകിയിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ഓൺലൈൻ യോഗത്തിൽ മെട്രോ റെയിൽ പദ്ധതിയുടെ റൂട്ട് അലൈൻമെന്റ് തീരുമാനിക്കുന്നതിനും മറ്റ് സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി ഒരു ഉപദേശക സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സമിതി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കും. റവന്യൂ, ധനകാര്യം, തദ്ദേശ സ്വയംഭരണം, ഗതാഗത വകുപ്പുകളിലെ സെക്രട്ടറിമാർ അംഗങ്ങളായിരിക്കും. തിരുവനന്തപുരം നഗരത്തിന്റെ ഗതാഗത മേഖലയെ ആധുനികവും കാര്യക്ഷമവുമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഈ സമിതി വിശദമായ പഠനം നടത്തി സർക്കാരിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കും. തിരുവനന്തപുരം മെട്രോ പദ്ധതി 2 ഘട്ടങ്ങളായാണ് നടപ്പിലാക്കാൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടം കഴക്കൂട്ടം ടെക്നോ പാർക്കിന് സമീപം ആരംഭിച്ച് പുത്തരിക്കണ്ടം മൈതാനം വരെ നീളും. ഈ റൂട്ടിൽ ടെക്നോ പാർക്ക്, കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ഉള്ളൂർ മെഡിക്കൽ കോളേജ്, മുറിഞ്ഞപാലം, പട്ടം, TMG, നിയമസഭയ്ക്ക് മുന്നിലെ പാളയം, ബേക്കറി ജംഗ്ഷൻ, തമ്പാനൂർ, സെൻട്രൽ ബസ് ഡിപ്പോ, സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, പുത്തരിക്കണ്ടം മൈതാനം തുടങ്ങിയ പ്രധാന പ്രദേശങ്ങൾ ഉൾപ്പെടും. ഈ റൂട്ട് തിരുവനന്തപുരത്തിന്റെ തിരക്കേറിയ വാണിജ്യ, വിദ്യാഭ്യാസ, ഭരണ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നതിനാൽ നഗരത്തിന്റെ ഗതാഗത കുരുക്ക് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. 2ാം ഘട്ടത്തിന്റെ വിശദാംശങ്ങൾ ഇതുവരെ പൂർണ്ണമായി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും കിഴക്കേക്കോട്ട, വിഴിഞ്ഞം തുറമുഖം, നെയ്യാറ്റിൻകര തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് മെട്രോ വ്യാപിപ്പിക്കാനുള്ള സാധ്യതകൾ പരിഗണനയിലാണ്. തിരുവനന്തപുരം MP ശശി തരൂർ ഈ പദ്ധതിയുടെ ശക്തമായ വക്താവാണ്. അദ്ദേഹം ഈയിടെ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് തമ്പാനൂർ വരെയുള്ള മറ്റൊരു റൂട്ടിന്റെ സാധ്യതകളെക്കുറിച്ച് പരാമർശിച്ചു. ഈ റൂട്ടിൽ കാര്യവട്ടം, ശ്രീകാര്യം, ഉള്ളൂർ മെഡിക്കൽ കോളേജ്, പട്ടം, പ്ലാമൂട്, പാളയം, സെക്രട്ടേറിയറ്റ് തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടും. ഈ അലൈൻമെന്റ് നഗരത്തിന്റെ ഹൃദയഭാഗത്തെ കൂടുതൽ കാര്യക്ഷമമായി ബന്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന ഓൺലൈൻ യോഗം അത്യന്തം ഫലപ്രദമായിരുന്നു എന്ന് ശശി തരൂർ അഭിപ്രായപ്പെട്ടു. താൻ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട 2009 മുതൽ തിരുവനന്തപുരം മെട്രോയ്ക്കായി ശബ്ദമുയർത്തിയിരുന്നുവെന്നും ഈ ചർച്ചകൾ ഒരു വഴിത്തിരിവാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മെട്രോ പദ്ധതി നഗരത്തിന്റെ ഇന്നത്തെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, വരും തലമുറയ്ക്ക് അനുയോജ്യമായ ഒരു അടിസ്ഥാന സൗകര്യമായി മാറണമെന്നാണ് തന്റെ ദർശനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം മെട്രോ പദ്ധതി നടപ്പിലാക്കുന്നതോടെ നഗരത്തിന്റെ ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നഗരത്തിലെ ഗതാഗത കുരുക്ക്, പ്രത്യേകിച്ച് തിരക്കേറിയ സമയങ്ങളിൽ തമ്പാനൂർ, പാളയം, മെഡിക്കൽ കോളേജ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ മെട്രോയുടെ വരവോടെ ഗണ്യമായി കുറയും. കൂടാതെ പൊതുഗതാഗത സംവിധാനം കാര്യക്ഷമമാകുന്നതോടെ സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും ഇന്ധന ഉപഭോഗവും പരിസ്ഥിതി മലിനീകരണവും കുറയ്ക്കാനും സാധിക്കും. കേരളത്തിന്റെ മറ്റ് പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികളായ കേരയിൽ, വിഴിഞ്ഞം തുറമുഖം എന്നിവയുമായി ചേർന്ന് തിരുവനന്തപുരം മെട്രോ കേരളത്തിന്റെ സാമ്പത്തികവും വ്യാവസായികവുമായ വളർച്ചയ്ക്ക് കരുത്ത് പകരും. കേരളത്തിന്റെ മറ്റ് പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികളായ കേരയിൽ, വിഴിഞ്ഞം തുറമുഖം എന്നിവയുമായി ചേർന്ന് തിരുവനന്തപുരം മെട്രോ കേരളത്തിന്റെ സാമ്പത്തികവും വ്യാവസായികവുമായ വളർച്ചയ്ക്ക് കരുത്ത് പകരും. ഈ പദ്ധതിയുടെ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും സാങ്കേതിക വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിനും ഉപദേശക സമിതി ഉടൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. കൊച്ചി മെട്രോയുടെ വിജയകരമായ മാതൃക പിന്തുടർന്ന് തിരുവനന്തപുരം മെട്രോയും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യങ്ങളോടെ നിർമ്മിക്കപ്പെടുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷന്റെ സാങ്കേതിക സഹായത്തോടെ DPR തയ്യാറാക്കാനുള്ള ആലോചനകളും നടക്കുന്നുണ്ട്. പദ്ധതിയുടെ ആകെ ചെലവ്, സ്റ്റേഷനുകളുടെ എണ്ണം, ട്രെയിനുകളുടെ ശേഷി, ടിക്കറ്റ് നിരക്ക് തുടങ്ങിയ വിശദാംശങ്ങൾ DPRൽ വ്യക്തമാക്കും. തിരുവനന്തപുരം മെട്രോ പദ്ധതി നഗരത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ കുതിപ്പ് നൽകുമെന്നാണ് വിലയിരുത്തൽ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, കോവളം ബീച്ച്, വിഴിഞ്ഞം തുറമുഖം, ടെക്നോ പാർക്ക് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് മെട്രോ വഴി എളുപ്പത്തിൽ എത്തിച്ചേരാനാകുന്നത് വിനോദസഞ്ചാരികൾക്കും തദ്ദേശവാസികൾക്കും ഒരുപോലെ പ്രയോജനകരമാകും. കൂടാതെ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് പോലുള്ള IT ഹബ്ബുകളിലേക്ക് യാത്ര എളുപ്പമാകുന്നതോടെ തിരുവനന്തപുരം IT വ്യവസായവും കൂടുതൽ ശക്തിപ്പെടും.